NCC ക്യാമ്പിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 73 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധികൃതർക്കെതിരെ ആരോപണങ്ങളുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തി. ക്യാമ്പ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. തൃക്കാക്കര KMM കോളേജിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. അമൽ, ക്യാമ്പ് പിരിച്ചുവിട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. എത്ര ദിവസത്തെ ക്യാമ്പായിരുന്നു? എത്ര ദിവസം പിന്നിട്ടു ഈ ക്യാമ്പ്? വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? പ്രവിധ 29-ാം തീയതി വരെയുള്ള 20-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെ നടക്കുമായിരുന്ന ക്യാമ്പാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഭക്ഷ്യവിഷബാധയ്ക്കൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ക്യാമ്പ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കടുത്ത അക്രമമാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അവർ ഭക്ഷണത്തിന് കഴിച്ചിരുന്ന സാമ്പാർ അടക്കമുള്ള സാധനങ്ങളുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ഈ ഭക്ഷണ സ്ഥാപനങ്ങളിൽ നിന്ന് സാമ്പിളുകൾ പരിശോധിക്കുമെന്ന്, ഇവരുടെ കുടിവെള്ളത്തിൽ നിന്ന് സാമ്പിളുകൾ പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇത്തരത്തിൽ ഒരു നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അത്രമാത്രം വൃത്തിയുള്ള ഒരു സ്ഥലമായി തോന്നുന്നില്ല. അതിന്റെ അടുത്താണ് ഇവർ ഈ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ നിന്നുമാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാം ഈ ഓടയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ്, ഒരു ഓടയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഈ അഴുക്ക് ചാലിനോട് ചേർന്ന സ്ഥലത്താണ് NCC ക്യാമ്പിൽ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഇടം ഒരുക്കി കൊടുത്തത്. നമുക്ക് കണ്ടാൽ അറിയാം, അങ്ങേയറ്റം മലിനമായി കിടക്കുന്ന ഒരു ഓടയാണ് ഈ കാണുന്നത്. ഈ ഓടയോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. താൽക്കാലികമായി തട്ടിക്കൂട്ടിയ ഒരു ടെന്റിലാണ് ഈ ഭക്ഷണം പാചകം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും 600ഓളം കുട്ടികൾക്കാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഈ 600ഓളം കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്തതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ചില പാകപ്പിഴകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള ഇത്രയധികം കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ട അങ്ങേയറ്റം വിശ്വാസ്യതയുള്ള NCC പോലുള്ള ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. എന്തായാലും അത് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ള. ഇത്രയും മലിനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്ത്. അമൽ, പൊതുവെ NCC ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഈ NCC ക്യാമ്പിൽ കഴിയുന്നത് ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ അവർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്തായാലും ഈ ഭക്ഷണത്തെക്കുറിച്ചാണോ അതോ അവിടുത്തെ അധികൃതരെ കുറിച്ചാണോ വിദ്യാർത്ഥികൾക്ക് പരാതിയുള്ളത്? മുൻപ് പല വിദ്യാർത്ഥികളും അവിടുത്തെ അധികൃതരെ കുറിച്ച് പരാതി പറയുന്നുണ്ടായിരുന്നല്ലോ. പ്രവിധ, ഈ ഒരു കോളേജിലേക്ക് വിദ്യാർത്ഥികൾ ക്യാമ്പിനായി വന്നപ്പോൾ തൊട്ട് അവരുടെ ഫോണുകളെല്ലാം പിടിച്ചു വെച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷ്യവിഷബാധ വരികയും തുടക്കത്തിൽ അധികാരികൾ അത് മൂടി വെക്കാൻ ശ്രമിക്കുകയും പിന്നീട് അവരുടെ നില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിലാക്കുകയും നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാം ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ ക്യാമ്പിനുള്ളിൽ നടക്കുന്നത് ഭക്ഷ്യവിഷബാധ മാത്രമല്ല, കുട്ടികൾക്ക് നേരെ ഈ NCC അധ്യാപകരുടെ ഭാഗത്ത് അല്ലെങ്കിൽ NCC സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത അക്രമമാണ്, മർദ്ദനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒന്നോ രണ്ടോ ആളുകളുടെ ആരോപണം മാത്രമല്ല, കുട്ടികൾക്ക് പരക്കെ തന്നെ ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കടുത്ത നീതിയാണ്, കടുത്ത മർദ്ദനമാണ്. അവരുടെ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പഞ്ചാബി സൈനികന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ക്രൂരമായി തങ്ങളെ മർദ്ദിച്ചു, തന്നെ ബൂട്ടിട്ട് തങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി, ഇടിവള കൊണ്ട് തങ്ങളുടെ കവിളിനിടിച്ചു, തങ്ങളുടെ കവിളുകളിൽ മാറി മാറി അടിച്ചു എന്നെല്ലാമുള്ള ആരോപണങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ടായി. ഏതായാലും ഈ ഒരു ആരോപണം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്നാണ് കുട്ടികൾ ഈ ഒരു വിഷയം ഉന്നയിച്ചത്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അവർക്കുണ്ടായത്. ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്ന് KMA കോളേജിന്റെ ഗേറ്റിന് പുറത്ത് കുട്ടികളുടെ മാതാപിതാക്കൾ തടിച്ചു കൂടുകയും ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ ഒരു വേള കൈകയറ്റം ചെയ്യുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയും തുടർന്നാണ് ഈ ക്യാമ്പ് പൂർണ്ണമായും പിരിച്ചുവിടാൻ അധികാരികൾ നിർബന്ധിതരായതും. അതിനെ തുടർന്നാണ് കുട്ടികളെല്ലാം ഈ ക്യാമ്പ് വിട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്ഥിതി ഏകദേശം ശാന്തമായ ഒരു മട്ടാണ്. കുട്ടികളെ കാണുവാൻ മാതാപിതാക്കൾ സാധിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി തുടരാൻ കാരണം. പ്രവിധ ാണ് വിവരങ്ങൾ നൽകിയത്. NCC ക്യാമ്പിൽ 73 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതായാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ പരിശോധന നടത്തുമെന്ന്
ഭക്ഷ്യവകുപ്പ് അധികൃതർ ഉൾപ്പെടെ എത്തി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ ക്യാമ്പ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ മാസം അവസാനം വരെ തുടരാനിരുന്ന ക്യാമ്പാണ് നിലവിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് അമൽ സുരേന്ദ്രൻ നൽകിയത്.